ഓർമ്മകൾ ബാക്കിയാക്കി പോകുന്നങ്ങ് സ്നേഹത്തിൻ സൗമ്യമുഖമേ. ഓർമ്മകൾ ബാക്കിയാക്കി പോകുന്നങ്ങ് സ്നേഹത്തിൻ സൗമ്യമുഖമേ. ദൈവദൂതന്മാർ നിന്നെ അനുഗമിക്കട്ടെ, സ്വർഗവാസികൾ നിന്നെ എതിരേൽക്കട്ടെ. ദൈവദൂതന്മാർ നിന്നെ അനുഗമിക്കട്ടെ, സ്വർഗവാസികൾ നിന്നെ എതിരേൽക്കട്ടെ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. നീലഗിരിക്കുന്നുകളെ നീലക്കടലാക്കുന്ന നീലക്കുറിഞ്ഞു വസന്തം പോലെ, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സ്നേഹപുഷ്പ വസന്തം പോലെ, ജനമനസ്സുകളുടെ പുൽമേടുകളിൽ 12 വർഷത്തിലൊരിക്കലല്ല എന്നുമെന്നും പൂത്തു നിൽക്കുന്ന നീലക്കുറിഞ്ഞു പോലെ ജോസഫ് കുറിഞ്ഞിപ്പറമ്പിലച്ചൻ. ഇനി സ്വർഗവീട്ടിലേക്ക് യാത്ര. ഓർമ്മകൾ ബാക്കിയാക്കി പോകുന്നങ്ങ് സ്നേഹത്തിൻ സൗമ്യമുഖമേ. ഒരായുസ്സിനിടയിൽ 10ലധികം ദൈവാലയങ്ങൾ പണി കഴിപ്പിച്ച് സഭയ്ക്ക് നൽകിയ അതുല്യ വ്യക്തിത്വം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോ സിഞ്ചുള്ളൂസ് ആയിരുന്ന സമയത്ത് അതിരൂപത വിഭാവനം ചെയ്ത 100 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ മുൻകൈയെടുത്തവൻ. ആരെയും വേദനിപ്പിക്കാതെ ഭാരപ്പെടുത്താതെ ഇടവകകൾ തോറും എളിമയോടെ ഇറങ്ങിച്ചെന്ന് കൈകൂപ്പി കൈത്താങ്ങു വാങ്ങി ഓരോ പദ്ധതിയും വിജയിപ്പിക്കുവാൻ ചങ്കും കരുണും നേദിച്ചവൻ. അച്ഛാ, സ്വർഗത്തിൻ്റെ ത്രോണോസിൻ്റെ മുൻപിൽ നീലക്കുറിഞ്ഞു പോലെ അങ്ങ് നിത്യവും പൂത്തു നിൽക്കുക. ആ സുഗന്ധ നീലക്കുറിഞ്ഞി പൂവിനെ തൊട്ടുതഴുകി ദൂതന്മാർ ദൈവസ്തുതികൾ പാടട്ടെ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയും തൃക്കുടത്താനം സെന്റ് സേവ്യേഴ്സ് ഫൊറോന പള്ളിയും ഉൾപ്പെടെ വലിയ ഇടവക ദൈവാലയങ്ങൾ പണി കഴിപ്പിച്ച വലിയ ഹൃദയമുള്ള പുരോഹിത ശ്രേഷ്ഠ, അങ്ങേക്ക് വന്ദനം. ഒരുപക്ഷെ അങ്ങയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയ ഭാവം ആരുമറിയാതെ അങ്ങ് നിർവഹിച്ച ജീവകാരുണ്യ ശുശ്രൂഷകളായിരിക്കും. തിരുവനന്തപുരത്ത് ക്രിസ്തു ജയന്തി 2000 എന്ന പേരിൽ ആരംഭിച്ച ശുശ്രൂഷ ഇന്നും തളിരണിഞ്ഞു നിൽക്കുന്നു. ആരോരുമില്ലാത്ത മാനസിക രോഗികൾക്ക് ഇന്നും വിശേഷാവസരങ്ങളിൽ ഭക്ഷണവും വസ്ത്രവുമായി അങ്ങ് തുടങ്ങിവെച്ച പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ഒരു വിളക്കുമരം പോലെ പ്രകാശിക്കുന്നു. സ്ഥാനവും മാനവും മറന്ന് ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഇൻഷുർ ചെയ്ത വന്നി പുരോഹിത, അങ്ങേക്ക് സ്വർഗത്തിലൊരു സ്ഥാനം സുസ്ഥിരമാകട്ടെ. 30 വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ ചെയ്ത തിരുവനന്തപുരം ലൂർദ് ഫൊറോന ദൈവാലയം അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയം ഏകമനസ്സോടെ നല്ല മനസ്സോടെ ഒരു സപ്ലിമെൻ്റ് പുറത്തിറക്കി അങ്ങയെ ആദരിക്കുന്നെങ്കിൽ അങ്ങയുടെ സ്നേഹം എത്ര ആഴമാർന്നതായിരിക്കും. വന്യ പുരോഹിത, അങ്ങ് സഭയ്ക്ക് നൽകിയ നന്മകളും ഇവിടെ ഇനി നീലക്കുറിഞ്ഞുകളാകട്ടെ. ആദ്യമായി വൈദിക ശുശ്രൂഷ ഞാൻ ആരംഭിച്ചത് തിരുവനന്തപുരം ലൂർദ് പള്ളിയിലായിരുന്നു. അന്നെൻ്റെ വികാരിയായിട്ട് കുറിഞ്ഞിപ്പറമ്പിലച്ചനെയാണ് എനിക്ക് ലഭിച്ചത്. വൈദികൻ ആരായിരിക്കണമെന്ന് അച്ഛൻ നിന്ന് ഒത്തിരി
മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ദൈവജനത്തിന് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും പൂർണ്ണമായും മാറ്റിവെക്കപ്പെട്ട ഒരു നല്ല ഒരു വൈദികൻ, ആത്മീയതയുടെ നല്ല ഒരു നിറകുളം, വൈദിക കൂട്ടായ്മയുടെ പ്രസക്തി വെളിപ്പെടുത്തി തന്നവൻ. അതിലൊക്കെ ഉപരി ഒരു ഇടവകയുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഭൗതികമായാലും ആത്മീയമായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം തെറ്റുകൂടാതെ കുറവ് കൂടാതെ കൃത്യതയോടെ നിർവഹിച്ച ഒരു വൈദികൻ. വീടുകൾ സന്ദർശിക്കുവാനും രോഗികളുടെ അടുക്കൽ ഓടിയെത്തുവാനും മരണസമയത്ത് ആ മരണഭവനത്തിൽ ആയിരിക്കുന്നിടത്തോളം സമയം ആയിരിക്കുവാനും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏറെ സ്ഥാനം പിടിച്ച ഒരു വൈദികൻ. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ലൂർദ് പള്ളിയിൽ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്തെ ദൈവജനം ഇന്നും വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു വന്യ പുരോഗതിയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കുറുമ്പച്ചൻ. എന്നുവെച്ചാൽ എന്നോട് അച്ഛൻ കാണിച്ച വലിയ സ്നേഹവും കരുതലും എനിക്ക് പൗരത്വത്തെക്കുറിച്ച് ഒരു വൈദികൻ ആരായിരിക്കണമെന്നെക്കുറിച്ചുള്ള നല്ല ബോധ്യങ്ങൾ തന്ന അച്ഛനെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. അച്ഛനെന്നും എൻ്റെ മാത്രമല്ല അച്ഛൻ ഇടപെട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നു. അച്ഛന് ദൈവം ആത്മശാന്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓർമ്മകൾ ബാക്കിയാക്കി പോകുന്നങ്ങ് സ്നേഹത്തിൻ സൗമ്യമുഖമേ, ഓർമ്മകൾ ബാക്കിയാക്കി പോകുന്നങ്ങ് സ്നേഹത്തിൻ സൗമ്യമുഖമേ, ദൈവദൂതന്മാർ നിന്നെ അനുഗമിക്കട്ടെ, സ്വർഗവാസികൾ നിന്നെ എതിരേൽക്കട്ടെ. ദൈവദൂതന്മാർ നിന്നെ അനുഗമിക്കട്ടെ, സ്വർഗവാസികൾ നിന്നെ എതിരേൽക്കട്ടെ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല.